Good afternoon. Good afternoon, Miss. Good afternoon, ma'am. തുടങ്ങാം. അപ്പൊ നമുക്ക് ഊണൊക്കെ കഴിച്ചോ? ഊണ് കഴിച്ചല്ലോ അവിടെ? കഴിച്ചു മിസ്. മിസ് കഴിച്ചോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു മിസ്. ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നല്ലോ മിസ്, എന്ത് പറ്റി? ഇന്നലെ ഇവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. വൈഫൈയുടെ കണക്ഷനെ പ്രശ്നം വന്നു. അപ്പൊ അതുകൊണ്ടാണ് ക്ലാസ് ഉണ്ടാവാതിരുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല. മിസ്സിന്റെ പനി മാറിയോ? പനി മാറി. എന്നാലും ശബ്ദമൊക്കെ ഒന്നും ശരിയാവാറില്ല. പിന്നെ അന്ന് നമ്മുടെ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു. പിന്നെ എന്റെ പിറ്റേ ദിവസം നമ്മുടെ ദേശീയ പണിമുടക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഒരു അവധി കിട്ടി. അന്നേരം നന്നായിട്ട് റെസ്റ്റ് ചെയ്തു. കുറച്ച് വ്യത്യാസമൊക്കെ വന്നു. പിന്നെ ശബ്ദം കുറച്ചുകൂടി ഒന്നും ശരിയാവാനില്ല. വേറെ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ പിന്നെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, പെട്ടെന്നൊന്നും മാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും സെറ്റാണോ? ഓക്കെ മിസ്, തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പൊ പേരെയൊക്കെ എടുത്തു വെച്ചോ. എന്നാ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സില് അബ്രിവിയേഷൻസിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ 203 വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. 203 വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കി പറഞ്ഞു നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ മിക്കവാറും ഏകദേശം 2-3 ക്ലാസ്സോട് കൂടിയിട്ട് എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് ഒക്കെ തീരും. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിന്റെയും തീരും കേട്ടോ. അപ്പൊ ഫസ്റ്റും സെക്കൻഡും കൂടിയുള്ള ചാപ്റ്റേഴ്സ് തീർന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം വരും കേട്ടോ. ഒരു 2 ദിവസത്തെ നിങ്ങൾക്കൊരു സ്റ്റഡി ലീവ് പോലെ തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോഴേ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇപ്പോഴേതല്ല, പഠിക്കുക ഡെയിലി. പിന്നെ എന്താന്ന് വെച്ചാൽ എക്സാമിന് അടുത്തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മാക്സിമം ഒരു 3 ക്ലാസ് വേണ്ട, ഒരു 2 ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മെഡിക്കൽ ടെർമിനോളജി നമ്മുടെ തീരും. പിന്നെ ബാക്കി മിസ്മാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരുടെയും തീരാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡിന്റെയും കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം വരും കേട്ടോ. അപ്പൊ എപ്പോഴും പഠിക്കുക. കാര്യം അറിയാം, ഇപ്പൊ വീട്ടിലായാലും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഒരുപാട് ദിവസമൊന്നും കിട്ടില്ല സ്റ്റഡി ലീവ്. കുട്ടികളെന്ന് പറഞ്ഞാൽ എന്താ 3 ദിവസമൊക്കെ മാക്സിമം അത്രേ കിട്ടുള്ളൂ കേട്ടോ. കാര്യം നമുക്ക് അടുത്ത മൊഡ്യൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങളുടെ മൊഡ്യൂൾ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത 3rd and 4th മൊഡ്യൂളിന്റെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നത്. ഈ ചാപ്റ്റേഴ്സ് പോലെയല്ല. 3rd and 4th നടക്കുമ്പോൾ കുറച്ച് വലിയ വലിയ ചാപ്റ്ററുകളാണ്, കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ കുറെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾ 3rd and 4th വരുന്നുണ്ട്. അവിടെ നീങ്ങാനാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. അധികം വൈകാതെ തന്നെ എക്സാം തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് വലിയ ഒരുപാട് ദിവസങ്ങളൊന്നും നമുക്ക് സ്റ്റഡി ലീവ് കിട്ടില്ല കേട്ടോ. പിന്നെ ഡെയിലി നിങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് ജോലിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും, പിന്നെ വീട്ടിലെ തിരക്കുകളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. എങ്കിലും കുറച്ച് സമയം പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. എക്സാമിന്റെ ടൈമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതെ കേട്ടോ സ്നേഹ. മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് കേട്ടോ എക്സാം. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 അങ്ങനെ 2 പേപ്പേഴ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 1-ല് 60 ക്വസ്റ്റ്യൻസ്, മൊഡ്യൂൾ 2-ലും 60 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അങ്ങനെയായിട്ടാണ് എക്സാം നടത്താറ്. ആ രീതിയിലായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് പറയാനുള്ളത്? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവസാന സമയത്തേക്ക് വെക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാണ്, 3rd and 4th മൊഡ്യൂളിലേക്ക് ഇല്ല, അവസാന ഡേറ്റ് അറിയിച്ചിട്ടില്ല കേട്ടോ. ഗൂഗിൾ ക്ലാസ് ഇന്റിമേഷൻ വരും. പറഞ്ഞു. അതിലിപ്പോ 2 എക്സാം ഒരു ദിവസം തന്നെ ആയിരിക്കും, മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2? അതറിയില്ല, അത് ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. മിക്കവാറും 2 ദിവസങ്ങളിലായിട്ടാണ് നടത്താറ്.
ഒരു ദിവസം തന്നെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അറിയില്ല എങ്ങനെയാണ് അവിടെ തന്നെ തീരുമാനം വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇന്റിമേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ പരമാവധി തേർഡും ഫോർത്തും കഴിയുമ്പോൾ കടക്കൂല്ലോ. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇവിടെ കണ്ട പോലത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കില്ല, കുറച്ചും കൂടെ എന്താ പറയാ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളൊക്കെയാണ് തേർഡിലും ഫോർത്തിലൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മള് 203 വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾമോണ്ട് കൊടുക്കാണേ. നമ്മള് ആ ഒരു പേജ് എത്ര തൊട്ടായിരുന്നു? 189 തൊട്ട് 211 വരെയുള്ള നമ്പേഴ്സ് ആണ് ആ പേജ് കണ്ടത്. എനിക്ക് തോന്നുന്നു മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് ഇതൊക്കെയായിരുന്നു. 192, 192, 193, 193, പിന്നെ 196 കേട്ടോ, 196, 198, പിന്നെ 207, 207, 210, 210. ഇത്രയും നമ്പേഴ്സ് ആണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തത് കേട്ടോ. ഓക്കെ, 203 വരെ നമ്മള് പറഞ്ഞു നിർത്തി. NPO അല്ലെ, NPO എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽ പെർ OS എന്നാണ് കേട്ടോ. നിൽ പെർ OS എന്ന് പറഞ്ഞാൽ എന്താണ്? നത്തിങ് ബൈ മൗത്ത് എന്നാണ് അർത്ഥം കേട്ടോ. നത്തിങ് ബൈ മൗത്ത്, അതായത് നമ്മളൊന്നും കഴിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാം സർജറി മറ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കരുതെന്ന് അവര് പറയാറുണ്ട്, മുൻകൂട്ടി തന്നെ നമ്മളോട് പറയാറുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നിൽ പെർ OS. നിൽ പെർ OS എന്ന് പറഞ്ഞാൽ എന്താണ്? നത്തിങ് ബൈ മൗത്ത് എന്നാണ് കേട്ടോ. നത്തിങ് ബൈ മൗത്ത്, വായിലൂടെ നമ്മൾ ഒന്നും കഴിക്കരുത്, എടുക്കരുത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് NS കേട്ടോ. ഓക്കെ, NS എന്താണ്? നോർമൽ സലൈൻ ആണ് കേട്ടോ. നോർമൽ സലൈൻ വായിക്കാൻ കിട്ടും നമുക്ക്, കണ്ടിട്ടില്ലേ? നോർമൽ സലൈൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ഈ IV അഡ്മിനിസ്ട്രേഷനും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നോർമൽ സലൈൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മുറിവും മറ്റുമൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നോർമൽ സലൈൻ ഉപയോഗിക്കാറുണ്ട്. സലൈൻ മാത്രമാണ് കേട്ടോ. ശരിക്കും സോഡിയം ക്ലോറൈഡ് ലുപ്പ് പിന്നെ തന്നെ ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ, നോർമൽ സലൈൻ. ഓക്കെ, അടുത്തത് വരുന്നതാണ് NSR കേട്ടോ. NSR എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഷൻ എന്താണ്? നോർമൽ സൈനസ് റിതം എന്നാണ് കേട്ടോ. നോർമൽ സൈനസ് റിതം, ദാറ്റ് മീൻസ് നോർമൽ ഹാർട്ട് റിതം ആണ് കേട്ടോ. നോർമൽ ഹാർട്ട് റിതം ആണ്, ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ സൈനോ ഏട്രിയൽ നോഡ്. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന നോർമൽ ഹാർട്ട് റിതമാണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ സൈനസ് റിതം എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. അടുത്തതാണ് NTG. NTG എന്താണ്? നൈട്രോഗ്ലിസറിൻ എന്നാണ് കേട്ടോ. അതാണ് നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിൻ എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്നത് ഒരു മെഡിക്കേഷൻ ആണ് കേട്ടോ, ഒരു മെഡിസിൻ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ ആൻജിന പെക്ടോറിസ് കേട്ടോ. അതായത് ആൻജിന പെക്ടോറിസ് നിങ്ങൾക്കറിയാം, എന്താണ്? ചെസ്റ്റ് പെയിൻ ആണ് അല്ലെ. നമ്മുടെ ഹാർട്ടിലേക്കുള്ള ആ ഒരു ബ്ലോക്ക് വരുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന സിവിയർ ചെസ്റ്റ് പെയിൻ ആണെന്ന് നമ്മൾ ഓൾറെഡി കാർഡിയോളജിയിൽ പറഞ്ഞിട്ടുണ്ട്, ആൻജിന പെക്ടോറിസ് കേട്ടോ. അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് കേട്ടോ നൈട്രോഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? N/V ആണ് കേട്ടോ. N/V എന്താണെന്ന് അറിയാമോ? നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്നാണ് കേട്ടോ. നോസിയ ആൻഡ് വോമിറ്റിംഗ്. നോസിയ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഓക്കാനം എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് കേട്ടോ. ദെൻ വോമിറ്റിംഗ്, ഛർദി. ഓക്കെ, അടുത്തതാണ് N/V/D. ഒരു ഡിയിൽ കൂടെ കയറി വന്നിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. എന്താണ്? നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ അല്ലെ. നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. ഡയേറിയ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന വയറിളക്കമാണ് കേട്ടോ, വയറിളക്കം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് NVD. NVD എന്താണ്? നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ എന്നാണ് കേട്ടോ. നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. ഇവിടെ നെക്കിന്റെ ഭാഗത്തുള്ള ആ വെയിൻ ഇങ്ങനെ എന്താകാണ്? എൻലാർജ് ചെയ്യുന്ന അവസ്ഥയാണ് കേട്ടോ. എൻലാർജ് ചെയ്യുന്ന അവസ്ഥ നെക്കിന്റെ ഭാഗത്തുള്ള വെയിൻ ആണ് കേട്ടോ. നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. ഈ വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന വെയിൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു വെയിൻ ഇങ്ങനെ വളരെയധികം എൻലാർജ് ചെയ്യുന്ന, ഓക്കെ, അതായത് സ്വെല്ല് ചെയ്യുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മുടെ നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ O2, O2, ആ 2 ശരിക്കും താഴെയായിട്ടാണ് കേട്ടോ വരുന്നത്, സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത്. O2 എന്താണ്? ഓക്സിജൻ അല്ലെ, ഓക്സിജന്റെ സിമ്പൽ ആണ് എന്ത്? ഓക്സിജൻ അല്ലെ, O2 എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക കേട്ടോ, O2. ഓക്കെ, ദെൻ OB, OB എന്താണ്? ഒബ്സ്ട്രക്റ്റിസ് ആണ് കേട്ടോ. എന്താണ് ഒബ്സ്ട്രക്റ്റിസ് അല്ലെ? ഒബ്സ്ട്രക്റ്റിസിനെ പറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലെ ഡിപ്പാർട്ട്മെന്റിൽ അകത്ത്. ഇതാണ് ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, പോസ്റ്റ് പാർട്ടം പീരീഡ്, ഇതൊക്കെയായിട്ട് ഡീല് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഷോർട്ട് ആക്കിയിട്ട് OB എന്നാണ് അബ്രിവിയേറ്റ് ചെയ്യുന്നത്. OB എന്താണ്? ഒബ്സ്ട്രക്റ്റിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായില്ലേ? നമ്പേഴ്സ് ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ വേണമെങ്കിൽ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാട്ടോ. 192, 193, 196, 198, 207, 210. ഓക്കെ, 6 ഉണ്ടോ കേട്ടോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് പേജിലോട്ട് കടക്കാം കേട്ടോ. അടുത്ത പേജിലോട്ട് നമുക്ക് പോവാം. അതിനകത്ത് 212 തൊട്ട് എത്ര വരെയുണ്ട്? 234 വരെയുള്ള പേജാണ് കേട്ടോ ഇനി നമ്മൾ പറയുന്നത്. വായിക്കാം കേട്ടോ, ഫസ്റ്റ് വായിക്കാൻ നമുക്ക്. ഒന്നാമത്തത് OBS. എന്താണ് OBS? എക്സ്പാൻഷൻ എന്താണ്? ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്നാണ് കേട്ടോ. എന്താണ് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ ഈ ഒരു ബ്രെയിനിന്റെ ആക്ടിവിറ്റികൾ, അതായത് ബ്രെയിൻ മസ്തിഷ്ക പ്രവർത്തനങ്ങള് മോശമാകുന്നത് മൂലം നമുക്ക് എന്താ പറയാ വൈകാരികമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഓർമ്മ, ചിന്ത, എന്താ പറയാ ഭാവന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ എന്താണ് വളരെയധികം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. കാര്യം നമുക്കറിയാലോ നമ്മുടെ ബ്രെയിനിലാണ് എല്ലാം ഇരിക്കുന്നത് അല്ലെ, നമ്മുടെ ചിന്ത, ഓർമ്മ എല്ലാം അല്ലെ, എല്ലാം ബ്രെയിനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ബ്രെയിനിന്റെ, അതായത് മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മോശമാകുന്നത് മൂലം നമ്മളുടെ വ്യക്തിത്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ വൈകാരികമായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ചില എന്താ പറയാ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശമായിട്ടുള്ള ഒരു അവസ്ഥ, അതിനെയാണ് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്ന് പറയുന്നത് കേട്ടോ. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം കൺഷ്യൂമേഴ്സ് ഒക്കെ പോലെ വരില്ലേ, അതായത് ഓർമ്മയില്ലായ്മ അല്ലെ, ന്യൂറോൺസിനൊക്കെ പ്രശ്നം, ബ്രെയിനിലെ ന്യൂറോൺസുകളൊക്കെ ഇങ്ങനെ വീക്ക് ആവുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ്, നമുക്ക് പല മാറ്റങ്ങൾ വരും അല്ലെ, വ്യക്തിത്വമായിട്ടും നമുക്ക് വൈകാരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലെ. ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അടുത്തതാണ് OD. എന്താണ് OD? OD എന്ന് പറഞ്ഞാലോ പല എക്സ്പാൻഷൻസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഓവർഡോസ്, അതാണ് ഓവർഡോസ്, OD എന്നാണ് നമ്മൾ പറയാം. പിന്നെ വരുന്നത് റൈറ്റ് ഐ. നിങ്ങൾ വിചാരിക്കാതെ ഇനി റൈറ്റ് ഐ എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. ശരിക്കും അതിന്റെ ഒരു ലാറ്റിൻ എന്ന് വെച്ചാൽ ഒക്യുലസ് ഡെക്സ്ട്രസ് എന്നാണ് പറയുക. ഒക്യുലസ് ഡെക്സ്ട്രസ് എന്നാണ് പറയുക. അതിനെയാണ് OD, ഒക്യുലസ്. അത് ആ ഒരു വാക്ക് നമുക്ക് പരിചയമില്ല. ഒക്യുലസ് ഡെക്സ്ട്രസ് എന്നാണ് കേട്ടോ. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? റൈറ്റ് ഐ എന്നാണ് കേട്ടോ. വലത്ത് കണ്ണിനെയാണ് റൈറ്റ് ഐ എന്നാണ് പറയാം കേട്ടോ, OD. ഓക്കെ, അപ്പൊ OD റൈറ്റ് ഐ എന്ന് കാണുമ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ വന്നതെന്ന് വിചാരിക്കേണ്ട. OD എന്ന് പറഞ്ഞത് ഒക്യുലസ് ഡെക്സ്ട്രസ് എന്നുള്ള ഒരു ടേമാണ്. ശരിക്കും ഒരു ലാറ്റിൻ വാക്കാണ്. അതിന്റെ ശരിക്കും ഇംഗ്ലീഷിൽ എന്താണ് മീനിങ്? റൈറ്റ് ഐ എന്നാണ് കേട്ടോ, റൈറ്റ് ഐ എന്നാണ്. പിന്നെ മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് കേട്ടോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പിന്നെ വരുന്നത് ഔട്ട്സൈഡ് ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ. പിന്നെ മറ്റൊരു എന്താ നോക്കിയേ? ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി അല്ലെ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒപ്റ്റോമെട്രി? നമ്മൾ പഠിച്ചതാണ് പറഞ്ഞേ. ഒപ്റ്റോമെട്രി അതെ അല്ലേ, കറക്റ്റ് ആണ്. ഐയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ഒപ്റ്റോമെട്രി. ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി അതിന് നമുക്ക് OD തന്നെയാണ് നമ്മൾ അബ്രീവിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഓവർഡോസ്, റൈറ്റ് ഐ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. റൈറ്റ് ഐ വന്ന കാര്യം മനസ്സിലായോ? ഒക്യുലസ് OD, ഒക്യുലസ് ഡെക്സ്ട്രസ് എന്നാണ് പറയാ. അതിന്റെ അർത്ഥം റൈറ്റ് ഐ എന്നാണ് കേട്ടോ. അടുത്തത് OP. OP പിന്നെ നമുക്കറിയാം അല്ലെ, OP ടിക്കറ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്താണ്? ഔട്ട് പേഷ്യന്റ് അല്ലെ, ഔട്ട് പേഷ്യന്റ്.
അടുത്തതാണ് ഒ പി എ. ഒ പി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറോ ഫാരിൻഗെയിൽ എയർവേ എന്നാണ് കേട്ടോ. എന്താണ്? ഓറോ ഫാരിൻഗെയിൽ എയർവേ ആണ്. അത് വന്നിട്ട് ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. മെഡിക്കൽ ഡിവൈസ് ആണ്. ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ത്രൂ ദ എന്തിലൂടെയാണ്? മൗത്തിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നു കേട്ടോ. എന്തിനു വേണ്ടിയിട്ട്? എയർവേ ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ടാണ്. അതായത് നമ്മുടെ മൗത്തിലൂടെ കടത്തി നമ്മുടെ ഫാരിങ്സ്, ഓരോ ഫാരിൻഗെയിൽ അല്ലെ, ഫാരിൻഗെയിൽ വെച്ചാൽ ഫാരിങ്സ് അല്ലെ, നമ്മുടെ ശ്വാസനാളം അല്ലെ, നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമാണ് ആ ഫാരിങ്സിലൂടെ കടത്തിവിടുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് ദ എയർവേ ഓപ്പൺ അല്ലെ, നമ്മുടെ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നമ്മുടെ ഫാരിങ്സിലേക്ക്, മൗത്തിലൂടെ, വായിലൂടെ, നമ്മുടെ ശ്വാസനാളത്തിലൂടെ ഇറക്കുന്ന ആ ഒരു മെഡിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ ഓറോ ഫാരിൻഗെയിൽ എയർവേ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓറോ ഫാരിൻഗെയിൽ. ഓറോ എന്ന് പറയുമ്പോൾ മൗത്ത് ആണ്, ഓറൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഫാരിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രോട്ടിന്റെ ആ ഭാഗത്തു കൂടെയാണ് കടത്തിവിടുന്നത് കേട്ടോ. അടുത്തതാണ് ഒ ആർ. ഒ ആർ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് റൂം. ഒ ആർ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം. നെക്സ്റ്റ് ഒ എസ്. എന്താണ് ഒ എസ്? ലെഫ്റ്റ് ഐ. ഇതെന്താണെന്ന് അറിയാമോ? നമ്മൾ ഓടി പറഞ്ഞില്ലേ ഒക്യുലസ് ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞില്ലേ. ഒ എസ് എന്താണ്? ഒക്യുലസ് സിനിസ്റ്റർ എന്നാണ് കേട്ടോ. ഒക്യുലസ് സിനിസ്റ്റർ. എന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ലെഫ്റ്റ് ഐ എന്നാണ് കേട്ടോ. ലെഫ്റ്റ് ഐ എന്നാണ് പറയാ. ലെഫ്റ്റ് ഐ എന്നാണ് അതിന്റെ കറക്റ്റ് മീനിങ് അതാണ് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് മീനിങ്. അടുത്തതാണ് ഒ യു. ഒ യു എന്ന് പറയുന്നത് ബോത്ത് ഐസ് ആണ്. അത് വന്നിട്ട് ഒക്യുലസ് അറ്റർക്ക് എന്നാണ് പറയാ കേട്ടോ. ഒക്യുലസ് അറ്റർക്ക്. UTERQUE ആണ് കേട്ടോ. അറ്റർക്ക് എന്നാണ് വായിക്കുക. ഒക്യുലസ് അറ്റർക്ക്. അതെന്താണ് അതിന്റെ അർത്ഥം? ബോത്ത് ഐസ് എന്നാണ് കേട്ടോ. രണ്ട് കണ്ണുകളും. അപ്പൊ മാറിപ്പോകരുത്. ഓഡി എന്ന് പറയുമ്പോൾ ഒക്യുലസ് ഡെക്സ്ട്രസ് ആണ് റൈറ്റ് ഐ. OS എന്ന് പറയുമ്പോൾ ഒക്യുലസ് സിനിസ്റ്റർ എന്താണ്? ലെഫ്റ്റ് ഐ. OU എന്ന് പറഞ്ഞ ഒക്യുലസ് അറ്റർക്ക്. അതിന്റെ മീനിങ് ബോത്ത് ഐസ് എന്നാണ് കേട്ടോ. നമ്മൾ ഈ എന്താ പറയാ കണ്ണ് ഡോക്ടർ അടുത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ക്ലാസ് എടുത്തതെന്ന് വിചാരിക്കും. കണ്ണട വെക്കാനുള്ള പ്രിസ്ക്രിപ്ഷൻ കാർഡ് തരുമല്ലോ. അതിനകത്ത് അങ്ങനെയുള്ളവരൊന്നും ശ്രദ്ധിച്ചാൽ മതി. OS, OD, OU അങ്ങനെയൊക്കെയാണ് അവർ നോട്ടേറ്റ് ചെയ്യുക. അതായത് റൈറ്റ് ഐ ഇത്ര പവർ, ലെഫ്റ്റ് ഐ ഇത്ര പവർ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്നത് കാണാം കേട്ടോ. അതായത് ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാർഡിനകത്ത് അങ്ങനെയാണ് പൊതുവെ എഴുതാറ്. OS, OD, OU എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അടുത്തതാണ് കണ്ടിട്ടുണ്ട്. കേട്ടോ. അതാണ് മീനിങ് ഇതാണ്. നെക്സ്റ്റ് വരുന്നത് ഓസെറ്റ്. സ്മോൾ ലെറ്റർ ആണ്. ഓസെറ്റ് എന്താണ്? ഔൺസ് എന്നാണ് കേട്ടോ. ഔൺസ് നമ്മൾ പറയില്ലേ, എത്ര ഔൺസ് മരുന്നൊക്കെ പറയില്ലേ, ഔൺസ്. ഓസെറ്റ് എന്നാണ് നോട്ടേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് പി ഹൈഫൺ ആണ് കേട്ടോ. പി ചെറിയൊരു ഹൈഫൺ എന്താണ്? ആഫ്റ്റർ ആണ് കേട്ടോ. ഇതാണ് ആഫ്റ്റർ എന്നാണ് പറയുന്നത്. അടുത്തത് പി സി. ഇതാണ് പി സി എന്താണ്? ആഫ്റ്റർ മീൽസ്. AC നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിഫോർ മീൽസ് എന്ന് പറഞ്ഞിട്ട്. പി എന്താണ്? ആഫ്റ്റർ ആണ്. PC എന്താണ്? ആഫ്റ്റർ മീൽസ്, ഭക്ഷണശേഷം. നെക്സ്റ്റ് വരുന്നതാണ് PCO2. ശരിക്കും ഇതിൽ സിയും ഓയും ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. PCO2. PCO2 എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ PO2 പഠിച്ചിരുന്നു, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നതുപോലെ PCO2 എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തതാണ് PDR. എന്താണ് PDR എന്ന് പറഞ്ഞാല്? ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ് ആണ് കേട്ടോ. ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ് എന്ന് വെച്ചാൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡ് ആണ് ശരിക്കും. ഡോക്ടേഴ്സ് മറ്റൊക്കെ റെഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഗൈഡ്. അതാണ് ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ് കേട്ടോ. ഓക്കെ, അടുത്തത് PE. എന്തൊക്കെ എക്സ്പെൻഷൻ വരുന്നത്? രണ്ടെണ്ണോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൾമണറി എംബോളിസം, മറ്റൊന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ. ഇതൊക്കെയാണ് പൾമണറി എംബോളിസം, മറ്റൊന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ. പൾമണറി എന്ന് പറയുന്നത് പൾമണോളജി, പൾമണറി ലെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. പൾമണറി എംബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെൻസിന്റെ ഒക്കെ ശ്വാസകോശത്തിലേക്കുള്ള ആ കുഴലുകളിലൊക്കെ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവുന്ന അവസ്ഥ. ബ്ലഡ് ക്ലോട്ട് ആവുന്ന വെച്ചാൽ അവിടെ ബ്ലഡ് ബ്ലോക്ക് വരുന്ന അവസ്ഥ കേട്ടോ. നമ്മളിപ്പോ ഹാർട്ടിലേക്കുള്ള എന്താ പറയാ വെസലുകളിൽ ബ്ലോക്ക് വരില്ലേ, എന്നതുപോലെ പൾമണറി എംബോളിസം എന്ന് പറഞ്ഞ പൾമണോ എന്ന് കേട്ടാൽ ലെൻസ് ആണ്, ശ്വാസകോശമാണ്. അപ്പൊ അതിന്റെ കുഴലുകളിലൊക്കെ ബ്ലോക്ക് വരുന്ന ഒരു അവസ്ഥയാണ് പൾമണറി എംബോളിസം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് PEA. PEA എന്താണ്? എക്സ്പെൻഷൻ
പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. അതാണ് പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ഹൃദയത്തിന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ബട്ട് നോട്ട് പൾസ്. പൾസ് കാണിക്കുന്നില്ല. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ചെറുതായിട്ടുണ്ട്, പക്ഷെ എന്ത് കാണിക്കുന്നില്ല? പൾസ് കിട്ടുന്നില്ല. പൾസ് ഇല്ലാത്ത അവസ്ഥ കേട്ടോ. പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. അടുത്തതാണ് പേൾ. PEARL. പേൾ എന്താണ് അതിന്റെ എക്സ്പാൻഷൻ? പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ് എന്നാണ് കേട്ടോ. പ്യൂപ്പിൾസ് ഏത് പ്യൂപ്പിൾ ആണെന്ന് അറിയാമോ? നമ്മുടെ കൃഷ്ണമണിയാണ് കേട്ടോ. ആ പ്യൂപ്പിൾ ആണ് കേട്ടോ നമ്മുടെ കണ്ണിലുള്ള കൃഷ്ണമണി. പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ണ് പരിശോധനയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ് കേട്ടോ. അറിയാലോ, നമ്മുടെ കണ്ണുകളിലേക്ക് വെളിച്ചടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ണിന്റെ കൃഷ്ണമണിയും ചെറുതാവുന്നതും വലുതാവുന്നതും ഒക്കെ കാണാൻ പറ്റും അല്ലെ? അതാണ് കേട്ടോ പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. അടുത്തതാണ് പെഡ്. പെഡ് എന്താണ്? പീഡിയാട്രിക്സ് ആണ് കേട്ടോ. പീഡിയാട്രിക്സ്. ഓക്കെ, പീപ്പ്. PEEP എന്താണ്? പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നാണ് കേട്ടോ. പോസിറ്റീവ് ആൻഡ് അല്ല കേട്ടോ, പോസിറ്റീവ് എൻഡ് കേട്ടോ. പറഞ്ഞു തെറ്റിപ്പോയതാണ്. പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് PERL. PERL എന്താണ്? പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, റിയാക്റ്റീവ് ടു ലൈറ്റ്. അടുത്തത് PERRL. ഒരു ആറാണ് കൂടുതലാണ്. എന്താണ്? പ്യൂപ്പിൾസ് ഈക്വൽ റൗണ്ട്. പ്യൂപ്പിൾസ് ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ് എന്നാണ് എക്സ്പാൻഷൻ കേട്ടോ. അതൊക്കെ കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. അടുത്തതാണ് PH. സ്മോൾ ലെറ്റർ പിയും ക്യാപിറ്റൽ ലെറ്റർ എച്ചും ആണ്. PH ആണ് എന്താണ്? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. ഹൈഡ്രജൻ ആണ് ആ എച്ച് എന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ്. അടുത്തതാണ് PPID. PPID എന്താണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് കേട്ടോ. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ് കേട്ടോ. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അടുത്തതാണ് PND. PND എന്താണ്? പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ. അതാണ് പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ. അതിനകത്ത് നോക്ടേണൽ നമ്മൾ പഠിച്ചതാണ് ടെർമിനോളജിയിൽ. എന്താണ് നോക്ടർ? പറഞ്ഞത് ഓർമ്മയുണ്ടോ? നോക്ട് എന്താണ്? നോക്ട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വെരി ഗുഡ്, കറക്റ്റ് ആണ്. നൈറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഈ വാക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്ടേണൽ, നോക്ട് മീൻസ് നൈറ്റ് എന്നർത്ഥം. ഡിസ്പീനിയ എന്തുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്? അത് പഠിച്ചതാണ് നമ്മള്. ഡിസ്പീനിയ ഓൺ എക്സർഷൻ, DOE നമുക്ക് പറഞ്ഞു പഠിച്ചില്ലല്ലോ. എന്ത്? ഡിസ്പീനിയ ഓൺ എക്സർഷൻ. എന്താണ് ഡിസ്പീനിയ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ പഠിച്ചതാണ്. ഡിസ്പീനിയ ആർക്കും അറിയില്ല. എന്താണ് അറിയാത്തെ? ഡിസ്പീനിയ എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? ഒരാൾ പറഞ്ഞു. ഡിസ്പീനിയ എന്താണ്? ഭയങ്കര മോശമായി പോയിട്ടോ അത് പറയാതിരിക്കുന്നത്. ഇത്രയും പ്രാവശ്യം നമ്മളെ ടെർമിനോളജിയിൽ പറഞ്ഞ ബ്രീത്ത് ആണോ? ബ്രീത്ത് ആണ് കേട്ടോ. ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ശ്വാസം ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കേട്ടോ ഡിസ്പീനിയ എന്ന് പറയുന്നത്. നിങ്ങൾ വായിക്കാറില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംശയം വരുന്നത് കേട്ടോ. ഓക്കെ, ഒരു ദിവസം എത്ര പേജ് എടുക്കുന്നുണ്ട്? കൂടി വന്നാൽ 4 പേജല്ലേ എടുക്കുന്നുള്ളൂ. അതൊരു പ്രാവശ്യം വായിച്ചു നോക്കണോ കേട്ടോ. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് ചിലത് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മള് ഡെയിലി ഒറ്റയിരിപ്പിൽ നിന്ന് പഠിക്കുക അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഡെയിലി ഒരു പ്രാവശ്യങ്ങളൊന്ന് വായിക്കാം, അങ്ങനെ ചെയ്യാം. ഇന്നെടുത്ത കാര്യം ഇന്നൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം വായിക്കാം, മനസ്സിരുത്തി വായിക്കാം, മതി, അത്രയും മതി. നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്നും കൂടെ വായിച്ചതൊന്നും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് ഇതൊക്കെ ആയിട്ട് കുറെ കൂടെ ഫെമിലിയർ ആകും. അങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറയാതിരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്. 2-3 പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഡിസ്പീനിയ എന്ന് പറഞ്ഞ എന്താണ്? ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. സോ പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ എന്ന് പറഞ്ഞാല് രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ. ദാറ്റ് മീൻസ് എന്താണ്? അതൊരു എന്താ പറയാ, രാത്രി സമയത്ത് ഉണ്ടാകുന്ന
എന്താണ് ശ്വാസം വിട്ടതാണ് കേട്ടോ. രാത്രി കാടുകളിൽ അനുഭവപ്പെടുന്ന പാരോക്സിമൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ സഡൻലി എന്നുള്ള അർത്ഥമാണ്. അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ രാത്രിയിലൊക്കെ സംഭവിക്കുന്ന ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയാണ് ആ പറയുന്നത് കേട്ടോ. പാരോക്സിമൽ ഒക്കെയാണ് ഡിസ്പീരിയ. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 212 കേട്ടോ. 212 ഈ പേജിനകത്ത് നമ്പേഴ്സ് നോട്ട് ചെയ്യാം കേട്ടോ. 212 കേട്ടോ. 212, 214, 214, 216, 216, 224, 224, 227, 227. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. 212 കേട്ടോ. 212, 214, 216, 224, 227. ഓക്കെ, കിട്ടിയോ? മാർക്ക് ചെയ്തോ? നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് നമുക്ക് കിടക്കാം. അടുത്തത് 234 തൊട്ട് 255 വരെയുള്ള പേജാണ് കേട്ടോ. അതിനകത്ത് ആദ്യത്തെ PO സ്മോൾ ലെറ്റർ ആണ്. PO എന്ന് പറഞ്ഞ എന്താണ്? പെർ OS എന്നാണ് കേട്ടോ. OS എന്താണെന്ന് അറിയാലോ? ബൈ മൗത്ത്. നമ്മൾ നേരത്തെ നിൽ പെർ OS പഠിച്ചില്ലേ? നിൽ പെർ OS പഠിച്ചില്ലേ? നത്തിങ് ബൈ മൗത്ത്. അതുപോലെ തന്നെയാണ് PO. PO എന്താണ്? പെർ മൗത്ത് അല്ലെ? പെർ OS മീൻസ് ബൈ മൗത്ത്. ഓക്കെ, അതാണ് അർത്ഥം കേട്ടോ. വായിലൂടെ എടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അതിനെ പറയുന്നത്. പെർ OS ബൈ മൗത്ത്. അടുത്തത് എന്താണ്? PO ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ആണ് PO. അതെന്താണ് അതിന്റെ എക്സ്പാൻഷൻ? പോസ്റ്റ് ഓപ്പറേറ്റീവ് അഥവാ പോസ്റ്റ് OP എന്നും പറയാം കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് OP എന്നും പറയാം. ഓക്കെ, അടുത്തത് PO2. ഓക്കെ, നേരത്തെ നമ്മൾ PCO2 പഠിച്ചു അല്ലെ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നതുപോലെ PO2 O ക്യാപിറ്റൽ ആണ് കേട്ടോ. ഓക്സിജൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് കേട്ടോ. അടുത്തതാണ് PRN. PRNന്റെ എക്സ്പാൻഷൻ എന്താണ്? പ്രോറിനാറ്റ. അതാണ് പ്രോറിനാറ്റ. എന്താണ് അതിന്റെ മീനിങ്? ആസ് നീഡഡ്, ആവശ്യത്തിനനുസരിച്ച് അല്ലെ? ആസ് നീഡഡ്, പ്രോറിനാറ്റ. ഓക്കെ, അടുത്തത് PSI സ്മോൾ ലെറ്റർ ആണ്. PSI എന്താണ്? പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. അതാണ് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. നെക്സ്റ്റ് വരുന്നതാണ് PSVT. അതാണ് PSVT. ഈ പൗണ്ട്സ് പെർ ഇഞ്ച്. ഓക്കെ, അതാണ് പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. നെക്സ്റ്റ് ആണ് PSVT. PSVT എന്ന് പറഞ്ഞാല് പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടെക്കികാർഡിയ എന്നാണ് കേട്ടോ. പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടെക്കികാർഡിയ. ഓക്കെ, ഇതില് പല വാക്കുകളും നമുക്ക് പരിചയമുള്ളതാണ്. പാരോക്സിമൽ നേരത്തെ നമ്മൾ പറഞ്ഞു. പാരോക്സിമൽ നൊക്ടേണൽ ഡിസ്പീനിയ. പാരോക്സിമൽ സഡൻലി അൺകൺട്രോൾഡ് ആയിട്ട് അല്ലെ? സുപ്രാവെൻട്രിക്കുലർ ടെക്കികാർഡിയ. ടെക്കികാർഡിയ നമ്മൾ പഠിച്ചതാണ്. ടെക്കികാർഡിയ എന്നിട്ട് എന്താണ്? സാധാരണത്തെക്കാൾ സ്പീഡിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. ഹൃദയത്തിന്റെ ആ ഒരു സ്പന്ദന നിരക്ക് കൂടുതലാവാം. പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മള് ടെക്കികാർഡിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടെക്കികാർഡിയ. സുപ്രാവെൻട്രിക്കുലർ ഹൃദയത്തിന്റെ ഭാഗമാണ് ഈ പറയുന്നത് കേട്ടോ. ആ വെൻട്രിക്കുലർ വെൻട്രിക്കിൾസ് നമ്മുടെ ഹൃദയത്തിന്റെ താഴ്ഭാഗത്തുള്ള അറയാണ്. അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന ഹാർട്ട് ബീറ്റ് beginning of the heartbeat from the എന്താണ് superior part of the ventricles. Ventricles means is the ഹാർട്ടിന്റെ ചാമ്പേഴ്സ് ആണ് കേട്ടോ. ലോവർ ചാമ്പേഴ്സ് ആണ്. 4 അറയുണ്ടല്ലോ. അതിന്റെ ഏറ്റവും താഴെയുള്ള അറകളാണ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നിന്നുള്ള ആ ഒരു ഫാസ്റ്റ് ആയിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലർ ടെക്കികാർഡിയ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്മോൾ PT. സ്മോൾ ലെറ്റർ ആണ് PT. അത് നീതു പറയാ കേട്ടോ. ഇപ്പൊ ക്ലാസ് ഒന്ന് കേൾക്കുക, എന്നൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയാം. അടുത്തത് PT ആണ് കേട്ടോ. സ്മോൾ PT. ഇതാണ് പേഷ്യന്റ് എന്നാണ് കേട്ടോ. പേഷ്യന്റ്.
അടുത്തതാണ് ക്യാപിറ്റൽ പി ടി. ക്യാപിറ്റൽ പി ടി എന്താണ്? ഫിസിക്കൽ തെറാപ്പി കേട്ടോ. ഇതാണ് ഫിസിക്കൽ തെറാപ്പി. നെക്സ്റ്റ് പി ടി എ. പി ടി എ എന്താണ്? പ്രയർ ടു അഡ്മിഷൻ. പിന്നെ മറ്റൊരു എന്താണ്? പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. അതാണ് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. എക്സ്പാൻഷൻ പ്രയർ ടു അഡ്മിഷനും പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ ആന്റിസിഡന്റ് എന്നാണ്. അടുത്തത് പി ടി ടി. പി ടി ടി എന്താണ്? പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്നാണ് കേട്ടോ. പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. ദാറ്റ് മീൻസ് ടൈം ടേക്കൺ ടു ദ ബ്ലഡ് ക്ലോട്ട് ആവാൻ എടുക്കുന്ന ഒരു ടൈമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. നെക്സ്റ്റ് വരുന്നതാണ് പി വി സി. പി വി സി എന്താണ്? പ്രീമെച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് എന്നാണ് കേട്ടോ. പ്രീമെച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പി വി സി പൈപ്പ് അല്ലെ. അതെന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് കേട്ടോ. ഇതാണ് പോളിവിനൈൽ ക്ലോറൈഡ്, പി വി സി. അടുത്തതാണ് പി വി ഡി. പി വി ഡി എന്താണ്? പെരിഫെറൽ വാസ്കുലർ ഡിസീസ് എന്നാണ് കേട്ടോ. പെരിഫെറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞ പെരിഫെറൽ എന്ന് പറഞ്ഞ ഹാർട്ടിന് പുറത്താണെന്ന് അർത്ഥം കേട്ടോ. ഹാർട്ടിന് പുറത്തുണ്ടാകുന്ന ബ്ലഡ് വെസൽസിനകത്ത് ഉണ്ടാകുന്ന ബ്ലോക്കേജുകൾ കേട്ടോ. ഹാർട്ടിന്റെ അകത്തല്ല, ഹാർട്ടിന്റെ പുറത്ത്. പെരിഫെറൽ എന്ന് പറയുമ്പോൾ പുറത്തെന്നുള്ള അർത്ഥമാണ് കേട്ടോ അവിടെ. അതായത് ഹാർട്ടിന്റെ പുറത്ത് ബ്ലഡ് വെസലുകളൊക്കെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് പെരിഫെറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത് സ്മോൾ ലെറ്റർ ക്യൂ. എന്താണ്? എവരി. എന്താണ്? എവരി എന്ന അർത്ഥം കേട്ടോ. ക്യൂ ഡി എന്താണ്? എവരി ഡേ. ക്യൂ എവരി ആണ്. ക്യൂ ഡി എന്താണ്? എവരി ഡേ. എവരി ഡേ. ക്യൂ എച്ച് എവരി അവർ. എവരി അവർ. ഓക്കെ. ക്യൂ ഐ ഡി. ക്യൂ ഐ ഡി എന്താണ്? 4 ടൈം എ ഡേ. 4 ടൈം എ ഡേ. ദിവസത്തിൽ 4 പ്രാവശ്യം. ക്യൂ ഐ ഡി 4 ടൈം എ ഡേ. നെക്സ്റ്റ് വരുന്നത് ക്യൂ ഒ ഡി. ക്യൂ ഒ ഡി എന്താണ്? എവരി അതർ ഡേ. അതാണ് എവരി അതർ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. ഇന്റർമീഡിയന്റ് ഡേയ്സ് ആണ് കേട്ടോ. ഇന്റർമീഡിയന്റ് ഡേയ്സ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങള്. ഇന്ന്, നാളെ ഇല്ല, മറ്റന്നാൾ അങ്ങനെ പറയില്ലേ, അതാണ് കേട്ടോ എവരി അതർ ഡേ. ക്യൂ ഒ ഡി. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ആർ എ. ക്യാപിറ്റൽ ലെറ്റർ ആണ്. ആർ എ എന്താണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഒരു എക്സ്പാൻഷൻ എന്താണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് കേട്ടോ. സന്ധിവാതമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റൈറ്റ് ഏട്രിയം. മറ്റൊരു എക്സ്പാൻഷൻ റൈറ്റ് ഏട്രിയം. ഹൃദയത്തിന്റെ വലത് ഭാഗത്ത് മുകൾ ഭാഗത്തൊരു അറയാണ് കേട്ടോ. റൈറ്റ് ഏട്രിയം. അതുപോലെ ആർ എ ഡി. ആർ എ ഡി എന്താണ് എക്സ്പാൻഷൻസ്? റിയാക്റ്റീവ് എയർവേ ഡിസീസ്. ഒരെണ്ണം റിയാക്റ്റീവ് എയർവേ ഡിസീസ്. മറ്റൊന്ന് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. അതാണ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. അടുത്തതാണ് ആർ ബി സി. ആർ ബി സി നമുക്കറിയാം എന്താണ്? റെഡ് ബ്ലഡ് സെൽ ആണ് അല്ലെ. എന്താണ്? റെഡ് ബ്ലഡ് സെൽ. അടുത്തതാണ് ആർ എച്ച്. ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ എച്ച്. എന്താണ്? റീസസ് ബ്ലഡ് ഫാക്ടർ അല്ലെ. റീസസ് ബ്ലഡ് ഫാക്ടർ നമുക്കറിയാം. ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ആണ് റീസസ് ബ്ലഡ് ഫാക്ടർ. പിന്നെ മറ്റൊരു എന്താണ്? റോഡിയം അല്ലെ. റോഡിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ എലമെന്റ് ഉണ്ട്. അതിന്റെ സിമ്പലും എന്ത് തന്നെയാണ്? ആർ എച്ച് എന്നാണ് കേട്ടോ. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. റീസസ് ഫാക്ടർ ഉണ്ട്. പിന്നെ റോഡിയം. റോഡിയം എന്ന് പറയുന്ന ഒരു ഇലമെന്റിന്റെ സിമ്പലും കൂടിയാണ് കേട്ടോ. ആർ എച്ച് ഡി. ആർ എച്ച് ഡി എന്താണ്? റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നാണ് കേട്ടോ. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. ഓക്കെ. നമ്മുടെ സ്കിൻ ജോയിന്റ്സ് ഒക്കെ ഇൻഫ്ലമേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്റ് ചെയ്യാൻ വരുന്ന ഒരു അസുഖമാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കേട്ടോ. ഓക്കെ. മാർക്ക് ചെയ്തോളൂ കേട്ടോ. നമ്പേഴ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 240 240 കേട്ടോ. 240 242 242 245 245 253 253 255 255. ഒന്നുകൂടെ വായിക്കാണ്, ശ്രദ്ധിച്ചു കേൾക്കാം. 240 242 245 253 255. മാർക്ക് ചെയ്തോ?
ഇതുമല്ലേ ചോദിച്ചത് 212 തൊട്ട് ചോദിച്ചത്. അതിന്റെ ആ ഒരു പേജിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് 212 മാർക്ക് ചെയ്യാം കേട്ടോ. 212 പിന്നെ 214 216 224 227. ഓക്കെ, എന്നോട് പറയാണ് 212 214 216 224 227. ഓക്കെ, കിട്ടിയതേന്നു ഞാൻ കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത പേജിലോട്ട് പോയാലോ നമുക്ക്? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കാൻ അടുത്തേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജ് 256 തൊട്ട് 279 വരെയാണ് കേട്ടോ. ഓക്കെ, 256 തൊട്ട് 279 വരെയാണ്. വായിക്കാം. RL കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ ആണ്. RL എന്താണ്? റിങ്കേഴ്സ് ലാക്ടേറ്റ് എന്നാണ് കേട്ടോ. റിങ്കേഴ്സ് ലാക്ടേറ്റ് എന്നിട്ട് ഒരു IV ഫ്ലൂയിഡ് ആണ് കേട്ടോ. IV ഫ്ലൂയിഡ് ആണ് റിങ്കേഴ്സ് ലാക്ടേറ്റ് കേട്ടോ, RL. ഓക്കെ, അടുത്തത് RLL. RLL എന്താണ്? എക്സ്പാൻഷൻ, റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്ത് എന്നാണ് കേട്ടോ. റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്ത്. ഓക്കെ, റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്ത്. നമ്മൾ ഈ സർജറിയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ കറക്റ്റ് ആയിട്ട് ഏത് പോർഷനാണ് ഏത് ഭാഗമാണെന്ന് അവർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ സെക്ഷൻ ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് അത് പറയാ കേട്ടോ. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് RL, റൈറ്റ് ലോവർ ലോബ് ഓഫ് ദ ലെങ്ത് കേട്ടോ. ശ്വാസകോശത്തിന്റെയാണ്. അടുത്തതാണ് RLQ. RLQ എന്താണെന്ന് അറിയാമോ? റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ആണ് കേട്ടോ. റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ അവിടെ ഇതുപോലെ നമ്മൾ സെക്ഷൻ ചെയ്യും. അപ്പൊ പറയുമ്പോൾ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ആണ്. ഓക്കെ, RN കേട്ടോ. RN എന്താണ്? രജിസ്റ്റേർഡ് നഴ്സ് എന്നാണ് കേട്ടോ. രജിസ്റ്റേർഡ് നഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് R/O. എന്താണ്? റൂൾ ഔട്ട്. റൂൾ ഔട്ട് കേട്ടോ. അടുത്തത് ROM. റോം. ROM കേട്ടോ. കമ്പ്യൂട്ടറിന്റെ അല്ല, ROM റോം. എന്താണ് ഇവിടെ? റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, റേറ്റ് ഓഫ് മോഷൻ. മറ്റൊരെണ്ണം റപ്ചർ ഓഫ് മെംബ്രെയിൻ ആണ് കേട്ടോ. റപ്ചർ ആവാന്ന് വെച്ചാൽ എന്താ? ബ്രേക്ക് ആവാന്ന് അർത്ഥമാണ് കേട്ടോ. പൊട്ടുക എന്നുള്ള അർത്ഥമാണ്. റപ്ചർ ഓഫ് മെംബ്രെയിൻ കേട്ടോ. രണ്ടെണ്ണമാണ് എക്സ്പാൻഷൻ, റേഞ്ച് ഓഫ് മോഷനും റപ്ചർ ഓഫ് മെംബ്രെയിൻ. നെക്സ്റ്റ് വരുന്നത് RUL ആണ് കേട്ടോ. നമ്മൾ നേരത്തെ RLL പഠിച്ചില്ലേ, അതുപോലെ RUL എന്ന് പറഞ്ഞാല് റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെങ്ത് കേട്ടോ. റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെങ്ത്. ഇനി RUQ. RLQ പറഞ്ഞില്ലേ, അതുപോലെ RUQ എന്താണ്? റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ആണ് കേട്ടോ. റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അടുത്തത് RX കേട്ടോ. RX എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ആണ്. പ്രിസ്ക്രിപ്ഷൻ. നിങ്ങള് ഡോക്ടേഴ്സിനെ കാണാനായിട്ട് പോകുമ്പോൾ അവര് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് അപ്പൊ അധികം എല്ലാവരും കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കേട്ടാണ്, അല്ലാതെ ഇങ്ങനെ എഴുതുന്നത്. ആ നോട്ട് പാഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ കോർണറിലായിട്ട് RX എന്ന് എഴുതിയിട്ടുണ്ടാവും. ചിലതിലൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടിട്ടില്ലേ? അതെ, പ്രിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. RX പ്രിസ്ക്രിപ്ഷൻ എഴുതാനുള്ള നോട്ട് പാഡ് ആയിരിക്കും. അതുകൊണ്ടാണ് RX എന്നൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ ആണ്. അടുത്തതാണ് S. ചെറിയൊരു ഹൈഫൺ പോലെയാണ്. വിത്തൗട്ട് കേട്ടോ. വിത്തൗട്ട്. നെക്സ്റ്റ് SC. SC എന്താണ്? സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ് എന്നാണ് കേട്ടോ. സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ദ സ്കിൻ എന്നർത്ഥം കേട്ടോ. നമ്മുടെ സ്കിന്നിന്റെ താഴെയുള്ള ഭാഗമാണ്, താഴത്തെ ലെയർ ആണ്. സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലെയർ ഓഫ് ടിഷ്യൂ
ലെയർ ഓഫ് ടിഷ്യൂ അണ്ടർ ദ സ്കിൻ ആണ്. ദാറ്റ് സെക്രീറ്റ്സ് എന്താണ് ഹോർമോൺസ് എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിനെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഓഫ് ടിഷ്യൂസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന്റെ താഴെയായിട്ട് അണ്ടറിലായിട്ട് എന്താണ് ഒരു ലെയർ ഓഫ് ടിഷ്യൂ ഉണ്ടാവും. ദാറ്റ് സെക്രീറ്റ്സ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. അതിനെ നമ്മുടെ SC എന്നാണ് പറയുന്നത്, സബ്ക്യൂട്ടേനിയസ് സെക്രീറ്ററി കമ്പോണന്റ്. നെക്സ്റ്റ് വരുന്നത് SICU. SICU എന്താണ്? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് കേട്ടോ. ഇതാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, SICU. നെക്സ്റ്റ് വരുന്നത് SIDS. SIDS എന്താണ്? സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രം എന്നാണ് കേട്ടോ. സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രം. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് SL കേട്ടോ. SL എന്താണ്? സബ്ലിംഗ്വൽ എന്നാണ് കേട്ടോ. സബ്ലിംഗ്വൽ. ഓക്കെ. ദെൻ SOB. SOB എന്താണ്? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. എന്താണ്? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ദെൻ SQ എന്താ? നേരത്തെ പറഞ്ഞതാണ് സബ്ക്യൂട്ടേനിയസ്. ദാറ്റ് മീൻസ് അണ്ടർ ദ സ്കിൻ കേട്ടോ. സ്കിന്നിന്റെ താഴെയുള്ള ലെയർ ആണ് സബ്ക്യൂട്ടേനിയസ്. ഓക്കെ. ദെൻ SIS സ്മോൾ ലെറ്റർ ആണ്. SS ഹാഫ് ആണ് കേട്ടോ. ഹാഫ് ആണ്. ദെൻ S/S രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണ്. നടുക്ക് ഒരു സ്ലാഷ് ഉണ്ട് കേട്ടോ. സൈൻസ് ആൻഡ് സിംറ്റംസ് എങ്ങനെയാ നമ്മൾ നോട്ടേറ്റ് ചെയ്യാം? S/S എന്നാണ് കേട്ടോ. സൈൻസ് ആൻഡ് സിംറ്റംസ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ്ലി. അതായത് ഇമ്മീഡിയറ്റ്ലി കേട്ടോ. അടുത്തത് STD. STD നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നാണ് കേട്ടോ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഓക്കെ. പിന്നെ വരുന്നത് SubQ ആണ്. SubQ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ക്യൂട്ടേനിയസ് എന്നാണ് കേട്ടോ. അപ്പൊ നേരത്തെ നമ്മൾ SQ പറഞ്ഞതും സബ്ക്യൂട്ടേനിയസ് ആണ്. SubQ എന്ന് പറഞ്ഞാലും സബ്ക്യൂട്ടേനിയസ് ആണ്. അടുത്തത് SVT. SVT എന്താണ്? സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ. അതാണ് സുപ്രാവെൻട്രിക്കുലർ ടക്കികാർഡിയ. ഓക്കെ. ദെൻ SX. S ക്യാപിറ്റൽ X സിംപ്റ്റംസ്. ഓക്കെ. അപ്പൊ RX എന്തായിരുന്നു? പ്രിസ്ക്രിപ്ഷൻ. SX എന്താണ്? സിംപ്റ്റംസ് കേട്ടോ. അതുപോലെ SYM എന്ന് പറഞ്ഞാലും സിംപ്റ്റംസ് തന്നെയാണ് കേട്ടോ. SYM എന്താണ്? സിംപ്റ്റംസ്. ഓക്കെ. കിട്ടിയോ? നമ്പേഴ്സ് പറയട്ടെ, മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. നമ്പേഴ്സ് നോട്ട് ചെയ്യാം. 259 259, 259, 261 261, 264 264, 267 267, 268 268, അതുപോലെ 273 273, 273, 274 274, 275 കേട്ടോ. 275 മാർക്ക് ചെയ്തോ. ഒന്നുകൂടെ നമ്പേഴ്സ് പറയാണ് കേട്ടോ. 259, 261, 264, 267, 268, 273, 274, 275. കിട്ടിയോ നമ്പേഴ്സ്? മാർക്ക് ചെയ്തോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പേജിലോട്ട് നമുക്ക് കടക്കാം കേട്ടോ. അടുത്ത പേജില് 280 തൊട്ടാണ്. 280 തൊട്ട് 303 വരെയാണ് കേട്ടോ. രണ്ട് പേജും കൂടെ ഉള്ളു, പെട്ടെന്ന് തീരും. 280 കേട്ടോ. 280 നമുക്ക് വായിക്കാം. ടാബ് കേട്ടോ. TAB ടാബ് എന്താണ്? ടേബിൾ. ഓക്കെ. ടേബിൾ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് TB. TB നമുക്കറിയാൻ എന്താണ്? ട്യൂബർകുലോസിസ് ആണ് അല്ലെ? ക്ഷയരോഗം, ട്യൂബർകുലോസിസ്. ഏതിനെ ബാധിക്കുന്നത്? ലെൻസിനെയാണ് ബാധിക്കുന്നത് കേട്ടോ. നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു എന്താണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ? ട്യൂബർകുലോസിസ്, ക്ഷയരോഗം, TB എന്നാണ് പറയാ. പിന്നെ TBA. TBA എന്താണ്? എക്സ്പാൻഷൻ. ടു ബി അഡ്മിറ്റഡ് അല്ലെങ്കിൽ ടു ബി അനൗൺസ്ഡ്. രണ്ട് രീതിയിലാണ് കേട്ടോ. ടു ബി അഡ്മിറ്റഡ് അല്ലെങ്കിൽ ടു ബി അനൗൺസ്ഡ്. ഓക്കെ. അടുത്തത് TBSP. TBSP എന്താണ്?
ടേബിൾ സ്പൂൺ ആണ് കേട്ടോ, ടേബിൾ സ്പൂൺ. TBSP. പിന്നെ ടെക് എന്ന് പറയുമ്പോൾ എന്താണ്? ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ്. ഓക്കെ, ടെക്നീഷ്യൻ അല്ലെങ്കിൽ ടെക്നോളജിസ്റ്റ്. അടുത്തതാണ് TIA. ഇതാണ് TIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്നാണ് കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ മിനി സ്ട്രോക്ക് എന്നൊക്കെ പറയാം. ചെറിയ രീതിയിൽ സ്ട്രോക്ക് വരിക, ഭയങ്കരമായിട്ടല്ല, ചെറിയ രീതിയിൽ സ്ട്രോക്ക് വരുന്ന അവസ്ഥയാണ്. അതിനെ നമ്മൾ TIA എന്നാണ് പറയാ കേട്ടോ. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് ആണ് കേട്ടോ, ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്. നമുക്കറിയാം സ്ട്രോക്ക് വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ബ്ലോക്ക് ആവാണ്. ഹാർട്ടിലേക്കുള്ള ബ്ലോക്ക് വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ നമ്മുടെ ബ്രെയിനിനകത്തുള്ള ആ ഒരു എന്താ പറയാ ബ്ലഡ് വെസൽ ബ്ലോക്ക് വരുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. അത് സ്ട്രോക്ക് ഭയങ്കര തീവ്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരലൈസ് ചെയ്തൊക്കെ പോകും, അല്ലെ, തളർന്നു പോകും. TIA എന്ന് പറഞ്ഞാലും ഒരു മിനി സ്ട്രോക്ക് ആണ് ശരിക്കും. പക്ഷെ അത് ചെറിയ രീതിയിൽ ഇങ്ങനെ സ്ട്രോക്ക് വന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ കാര്യമായിട്ടൊരു പാരാലിസിസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പ്രത്യേക ഒരു പെട്ടെന്നൊരു ഇത് വരുന്നതാണ് ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്. അപ്പൊ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മേജർ ഒരു സ്ട്രോക്ക് വരുന്നതിന്റെ ഒരു സിംറ്റം പോലെയാണ് കാണിക്കുന്നത്. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക് എന്ന് പറഞ്ഞത് ഒരു സിംറ്റം കൂടിയാണ്. കാര്യം അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മേജർ സ്ട്രോക്കിനുള്ള ഒരു മുന്നോടിയായിട്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ട്രാൻസിയന്റ് ഐസ്കീമിക് അറ്റാക്ക്. ഓക്കെ, then വരുന്നത് TID ആണ് കേട്ടോ. TID എന്ന് പറഞ്ഞാല് 3 times a day എന്നാണ് കേട്ടോ. 3 times a day. നേരത്തെ നമ്മൾ QID പഠിച്ചില്ലേ, 4 times a day എന്ന് പറഞ്ഞില്ലേ, അതുപോലെ TID എന്ന് പറഞ്ഞാൽ എന്താണ്? 3 times a day എന്നാണ് കേട്ടോ. ഓക്കെ, then TK എന്താണ്? To keep open ആണ്, to keep open. ഓക്കെ, then TPR ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. TPR ചോദിക്കും. TPR D stands for അല്ലെങ്കിൽ B stands for, R stands for എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ മാറിപ്പോകരുത്. T എന്താണ്? ടെമ്പറേച്ചർ. P എന്താണ്? പൾസ്. R എന്താണ്? റെസ്പിറേഷൻ. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. P പ്രഷർ എന്നൊന്നും എഴുതി വെക്കരുത്, പൾസ് ആണ് കേട്ടോ. TPR. T എന്താണ്? ടെമ്പറേച്ചർ. P for pulse and R for respiration. നെക്സ്റ്റ് വരുന്നത് TSP. അറിയാലോ എന്താണ്? ടീസ്പൂൺ അല്ലെ. TBSP ടേബിൾ സ്പൂൺ ആണ്. TSP ടീസ്പൂൺ. TX ട്രീറ്റ്മെന്റ്. അപ്പൊ RX എന്താ? പ്രിസ്ക്രിപ്ഷൻ. SX എന്താണ്? SX സിംറ്റംസ്. TX എന്താണ്? ട്രീറ്റ്മെന്റ് കേട്ടോ. TX ട്രീറ്റ്മെന്റ്. പിന്നെ ക്യാപിറ്റൽ U യൂണിറ്റ് എന്നാണ് കേട്ടോ, യൂണിറ്റ്. ദെൻ UA എന്താണ്? യൂറിനാലിസിസ്. യൂറിനാലിസിസ് നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോ അതിന്റെ ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 5ആയിട്ട് അവിടെ തിരിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ ഒരു വിഭാഗം വരുന്നത് യൂറിനാലിസിസ് അല്ലെ, അനാലിസിസ് ഓഫ് യൂറിൻ അല്ലെ. യൂറിൻ അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പല വിധത്തിലുള്ള രോഗങ്ങൾ ഡയഗ്നൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, ചില ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ യൂറിനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് UE എന്താണ്? അപ്പർ എക്സ്ട്രിമിറ്റി എന്നാണ് കേട്ടോ. അപ്പർ എക്സ്ട്രിമിറ്റി. ദെൻ URI ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. URI നമുക്ക് എഴുതി വെക്കാം. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. URI അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ലെൻസിന്റെ ഒക്കെ എന്താ പറയാ ലെൻസിലേക്ക് എത്തേണ്ട അതിനു മുമ്പ് തന്നെ നമ്മുടെ ട്രക്കിയ അല്ലെ, നമ്മുടെ ബ്രോങ്കിയോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ വരുന്ന ഇൻഫെക്ഷൻസ് കേട്ടോ. URI അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അടുത്തതാണ് USP എന്ന് പറഞ്ഞാല് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമോകോപ്പിയ എന്നാണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമോകോപ്പിയ അത് വന്നിട്ട് ഒരു ഓർഗനൈസേഷൻ ആണ്. അതായത് 1820 സ്ഥാപിതമായിട്ടുള്ള ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഈ ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മളുടെ ഈ മെഡിസിൻസ് അതിന്റെ സ്റ്റാൻഡേർഡ്സുകളും മറ്റും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. 1820 അപ്പൊ ഒത്തിരി പണ്ടാണ് 1820 സ്ഥാപിതമായിട്ടുള്ള US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അവരാണ് ഈ പറയുന്ന മെഡിസിൻസ് മറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽസ് അതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ്സുകളും മറ്റും അതിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമോകോപ്പിയ. നെക്സ്റ്റ് എന്താണ്? UTI എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ.
എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അടുത്തത് VD എന്താണ് വെനേറിയൽ ഡിസീസ് എന്നാണ് കേട്ടോ. വെനേറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെക്ഷുവൽ ഡിസീസ് ആണ് കേട്ടോ, ലൈംഗിക രോഗങ്ങളെയാണ് പറയുന്നത് കേട്ടോ. VD മീൻസ് വെനേറിയൽ ഡിസീസസ്. നെക്സ്റ്റ് വരുന്നത് VOL സ്മോൾ ലെറ്റർ ആണ്. VOL എന്താണ് വോളിയം, വോളിയം അല്ല വോളിയം. ഓക്കെ. VS എന്താണ് വൈറ്റൽ സയൻസ് അല്ലെ. വൈറ്റൽ സയൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എടുക്കാറില്ലേ വൈറ്റൽ സയൻസ്? ടെമ്പറേച്ചർ നോക്കും, പ്രഷർ നോക്കും, ഓക്സിജൻ സാച്ചുറേഷൻ ഇതൊക്കെ നോക്കാറില്ലേ? അത് തന്നെ വൈറ്റൽ സയൻസ് കേട്ടോ. പിന്നെ W/വിത്ത് കേട്ടോ, വിത്ത്. WBC എന്താ അറിയാലോ നിങ്ങൾക്ക്, എന്താണ് വൈറ്റ് ബ്ലഡ് സെൽ ആണ് കേട്ടോ, വൈറ്റ് ബ്ലഡ് സെൽ. WNL എന്താണ് വിത്തിൻ നോർമൽ ലിമിറ്റ്സ് എന്നാണ് കേട്ടോ, വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. അതിനെ നമ്മൾ എങ്ങനെ അബ്രീവിയേറ്റ് ചെയ്യാം? WNL എന്നാണ് കേട്ടോ, വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. അടുത്തത് W/O. W/O എന്താണ് വിത്തൗട്ട്, എന്താണ് വിത്തൗട്ട് കേട്ടോ. നേരത്തെ ഒരു വിത്തൗട്ട് നമ്മൾ പഠിച്ചല്ലോ, നേരത്തെ ഒരു വിത്തൗട്ട് പഠിച്ചില്ലേ? ഇങ്ങനെ ഇട്ടാലും വിത്തൗട്ട് ആണ് കേട്ടോ. അതുകൂടാതെ W/O വിത്തൗട്ട്. ഓക്കെ, അപ്പോ മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. 281 കേട്ടോ, 281. നെക്സ്റ്റ് വരുന്നത് 282, 282 കേട്ടോ, 282. 283, 283, 283. 294. അടുത്തത് 299, 299. 301, 301, 301. 303, 303. കിട്ടിയോ? ഇന്നോട് വായിക്കാം കേട്ടോ. 281, 282, 283, 294, 299, 301, 303. TPR ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷെ അത് മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ വേണേ മാർക്ക് ചെയ്തിട്ടോളൂ കേട്ടോ. TPR ഈ നെക്സ്റ്റ് 3rd 4th മൊഡ്യൂളിലൊക്കെ വരുമ്പോ TPRനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. TPR. ഇനി നെക്സ്റ്റ് പേജ്, അതിൽ നമുക്ക് വായിക്കാനൊന്നുമില്ല, കുറെ സിംബൽസുകളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. WT എന്താണ് വെയിറ്റ് കേട്ടോ. YO ഇയർ ഓൾഡ് എന്നാണ്. X/accept കേട്ടോ, accept. ഇതേതാണ് പ്രൈമറി കേട്ടോ. ഓക്കെ, 1 മോണിലെ ആയിട്ട് നമ്മൾ ഇങ്ങനെ 0 ഇട്ട് കഴിഞ്ഞാൽ പ്രൈമറി ആണ്. ഇത് സെക്കൻഡറി. നെക്സ്റ്റ് അറിയാലോ എന്തിന്റെ സിമ്പിൾ ആണ്? ഇൻക്രീസ്ഡ് അല്ലെ, ഡിക്രീസ്ഡ്. നെക്സ്റ്റ് ഇത് നോട്ട് നൺ കേട്ടോ. ആക്സെപ്റ്റ് അല്ല, ആക്സെപ്റ്റ് എന്നാണ് കേട്ടോ, ആക്സെപ്റ്റ്. EXCEPT ആക്സെപ്റ്റ്, ഒഴികെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മറ്റേത് ആക്സെപ്റ്റ്, അത് സ്വീകരിക്കുക എന്നുള്ള അർത്ഥം. ഇത് ആക്സെപ്റ്റ്, ദാറ്റ് മീൻസ് ഒഴികെ എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥം. അടുത്തത് 6 റൈറ്റ് കേട്ടോ, ക്യാപിറ്റൽ 6 റൈറ്റ്, ക്യാപിറ്റൽ L ലെഫ്റ്റ് കേട്ടോ. ഇത് സിമ്പിൾ മൈക്രോ. ഓക്കെ, ഇത് ആൽഫ, ബീറ്റ, ദെൻ അപ്രോക്സിമേറ്റ്ലി. എങ്ങനെയല്ലേ നമ്മൾ എഴുതുക? അപ്രോക്സിമേറ്റ്ലി. ഇത് X2 ടൈംസ് 2 എന്നാണ് കേട്ടോ. ഇവിടെ റൈംസ് എന്നാണ്, നിങ്ങളുടെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ടൈംസ് 2 എന്നാണ് ടൈംസ് 2. ദെൻ ഇതെന്താണ്? പെർ. ഇത് നോട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഓക്കെ, സിംബൽസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ക്വസ്റ്റ്യനബിൾ, പോസിബിൾ. ഓക്കെ, ദെൻ ട്രയാങ്കിൾ, ചേഞ്ച് എന്നാണ് കേട്ടോ. റൈംസ് എന്നാണ്, ടൈംസ് എന്നാണ് കേട്ടോ. അയ്യടാ, അതൊന്ന് തിരുത്തുക കേട്ടോ. 6 മാറ്റി വെട്ടിയിട്ട് T എന്നാക്കുക കേട്ടോ. ടൈംസ് 2 എന്നാണ്. T ആണ് കേട്ടോ, T ആണ്. 6 വെട്ടിയിട്ട് T എന്നാക്കുക കേട്ടോ. ഓക്കെ, ട്രയാങ്കിൾ എന്താ? ചേഞ്ച് കേട്ടോ, നെഗറ്റീവ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫീമെയിലിന്റെ മെയിലിന്റെ സിമ്പിൾ കേട്ടോ, ഫീമെയിൽ. ഓക്കെ, ദെൻ ഇത് മെയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാത്ത ഫീമെയിലിന്റെ സിമ്പിൾ എങ്ങനെയാണ്, മെയിൽ സിമ്പിൾ എങ്ങനെയാണ് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ്
അതിന്റെ പേജ് എന്തെങ്കിലും മിസ്സിംഗ് ആയല്ലോ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. പേജ് ഇതിന് മിസ്സായി പോയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ പേജിനകത്തേക്ക് ഇതിനകത്ത് ഈ ഫീമെയിലും മെയിൽ സിമ്പൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അത് ടിക്ക് ചെയ്തിട്ടുള്ളൂ. ഫീമെയിൽ സിമ്പലും മെയിൽ സിമ്പലും ഇമ്പോർട്ടന്റ് ആണ്. അത് ടിക്ക് ചെയ്ത് വെച്ചോളൂ. ഇതൊരു പേജ് മിസ്സിംഗ് ആണ്. ഞാനിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ മെഡിക്കൽ എന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സില് നമുക്ക് ഈ മെഡിക്കൽ ടെർമിനോളജിന്റെ നമ്മൾ പ്രിഫിക്സ് തൊട്ട് മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ കുറച്ച് അധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ക്ലാസ്സിൽ പറയാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പിന്നെ നമുക്ക് ചെറിയൊരു റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ മിക്കവാറും എല്ലാവരുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീരും. അപ്പോ എക്സാം ആണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ചെറിയൊരു റിവിഷൻ പോലെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ലാസ്റ്റ് പേജിൽ നമ്പേഴ്സ് പറയാം, റിപ്പീറ്റ് ചെയ്യാം. മെയിൻ എക്സാമിന് സാധ്യതയുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. ബാക്കിയുള്ളത് ഇപ്പൊ എന്താ പറയുക, മോഡൽ എക്സാം, മൊഡ്യൂൾ എക്സാമിനൊക്കെ മാർക്ക് ചെയ്യാത്തതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവേ നമ്മള് മെയിൻ എക്സാംസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. മാർക്ക് ചെയ്തത് ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. മാർക്ക് ചെയ്തത് മാത്രം പഠിച്ചു പോവാന്ന് പറയുന്നത് അത് കുറെ കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇപ്പൊ എന്താ പറയാ, പിന്നെ അല്ലാതെ ചോദിക്കുന്നത് ചിലതൊക്കെ നമ്മൾ പല ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ വരുന്ന അബ്രീവിയേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, മിസ്സേ ഒരു സംശയം ചോദിച്ചോട്ടെ. എൻ്റെ ഒരു കസിൻ തൊണ്ടയിൽ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ ആൾക്ക് എന്തോ റേഡിയേഷന്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആരും ആ റൂമിലേക്ക് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്താ അങ്ങനെ വരുന്നത്? ഇൻഫെക്ഷൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ചെയ്യുന്നവരുടെ അടുത്ത് പരമാവധി നമ്മൾ പോവരുതെന്ന് പറയും. കാരണം അങ്ങനെ റേഡിയേഷൻ ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലൊക്കെ ബ്ലീഡിങ്ങും അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അവരുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് അധികം പുറത്തുനിന്ന് ആരും കാണാൻ പോകരുതെന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് അവർക്ക്. നഴ്സും പോകുന്നില്ല, അവർക്ക് മരുന്നൊരു ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ കൊടുക്കാന്നാണ് പറഞ്ഞേ. ഡോക്ടേഴ്സിന്റെ അറിയാൻ പറ്റും. നോക്കണം. പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന്റെ അടുത്ത് പരമാവധി അത് പോകാൻ അവരധികം എക്സ്പോഷർ ചെയ്യാറില്ല. കാരണം അവർക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണ് കാരണം എനിക്കറിയില്ല കേട്ടോ. ഡോക്ടറോട് ചോദിച്ചു. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് താങ്ക് യു.